ഹായ്, എല്ലാവർക്കും ഇന്ത്യൻ പൊളിറ്റിയുടെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സിറ്റിസൺഷിപ്പിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ ജനങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. സിറ്റിസൺസ് എന്നും ഏലിയൻസ് എന്നും, അതായത് പൗരന്മാരെന്നും വിദേശികളെന്നും. അപ്പോൾ ആരാണ് പൗരന്മാർ അല്ലെ ആരാണ് വിദേശികൾ എന്ന് പറയുന്നത്? പൗരന്മാർ അല്ലെ സിറ്റിസൺസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ എല്ലാ സിവിലും പൊളിറ്റിക്കലുമായിട്ടുള്ള റൈറ്റ്സ് ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ആ രാജ്യത്തിലെ സിറ്റിസൺസ് എന്ന് വിളിക്കുന്നത്. സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു രാജ്യത്തിലെ സിവിലും പൊളിറ്റിക്കലുമായിട്ടുള്ള റൈറ്റ്സ് ഉള്ള അംഗങ്ങളെ അല്ലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ രാജ്യത്തിലെ പൗരന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ എന്ത് മനസ്സിലാകാം നമുക്ക്? വിദേശികളെന്ന് പറഞ്ഞാൽ ഇതേപോലെ എല്ലാ സിവിലും എല്ലാ പൊളിറ്റിക്കലുമായിട്ടുള്ള റൈറ്റ്സ് അവർക്ക് ഇല്ലായിരിക്കും. ഓക്കെ, നമുക്ക് അതുകൊണ്ട് തന്നെ ഈ വിദേശികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, വിദേശികൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയൻസ് എന്നും എനിമി ആയിട്ടുള്ള ഏലിയൻസ് എന്നും. അപ്പോൾ ആരാണ് ഫ്രണ്ട്ലി ഏലിയൻസ്, ആരാണ് എനിമി ഏലിയൻസ്? ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം സൗഹൃദമുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളെയാണ് നമ്മൾ ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിമി ഏലിയൻസ് ആരായിരിക്കും? നമ്മുടെ രാജ്യം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എനിമി ഏലിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ എനിമി ഏലിയൻസിന് ആർട്ടിക്കിൾ 22 നൽകുന്ന പ്രൊട്ടക്ഷൻസ് അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 22 നൽകുന്ന പ്രൊട്ടക്ഷൻ എന്താണ്? അറസ്റ്റിനും ഡിറ്റൻഷനും എതിരെയായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 22 നൽകുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 22 നൽകുന്ന പ്രൊട്ടക്ഷൻ ആർക്ക് ലഭിക്കുകയില്ല? എനിമി ഏലിയൻസ് അല്ലെ നമ്മുടെ രാജ്യം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളായിട്ടുള്ള എനിമി ഏലിയൻസിന് ആർട്ടിക്കിൾ 22 നൽകുന്ന പ്രൊട്ടക്ഷൻസ് ലഭിക്കുകയില്ല. ഓക്കെ, ഇത് കൂടാതെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രമായിട്ട് ചില അവകാശങ്ങളുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ഏറ്റവും താഴെയുള്ള കാര്യം നോക്കാം. അതായത് ഇപ്പോൾ ഒരു MP ഇലക്ഷന് അല്ലെ ഒരു MLA ഇലക്ഷൻ വരും. അപ്പോൾ അതിനകത്തേക്ക് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചില സുപ്രധാനമായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഓക്കെ, അതായത് പ്രസിഡൻ്റ് ആവുക, അതുകൂടാതെ വൈസ് പ്രസിഡൻ്റ് ആവുക, ജഡ്ജ് ആവുക, അല്ലെങ്കിൽ അറ്റോർണി ജനറൽ ആകുക, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ആവുക. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം സ്ഥാനങ്ങളുണ്ട്. അതൊരു ഇന്ത്യൻ പൗരനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഈ സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിദേശിയായിട്ടുള്ള വ്യക്തിക്ക് ഈ സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഓക്കെ, പിന്നീട് നമ്മുടെ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 നൽകുന്ന കുറേ അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15 നൽകുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയുള്ള അവകാശം. ഈ ആർട്ടിക്കിൾസൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ഇന്ത്യൻ പൗരന് മാത്രമായിട്ട് ലഭിക്കുന്ന അവകാശങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത്ര മാത്രം നിങ്ങൾ ഓർത്തിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരും. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന അവകാശങ്ങൾ, അല്ലെങ്കിൽ ഒരു വിദേശിക്കും ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരന് മാത്രമായിട്ട് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15 നൽകുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയുള്ള അവകാശം. ഓക്കെ, അതുകൂടാതെ തന്നെ ആർട്ടിക്കിൾ 16 നൽകുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് ആയിട്ടുള്ള ജോലികളുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ജോലികളിൽ നൽകുന്ന ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അതും ഇന്ത്യൻ പൗരനായിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത് കൂടാതെ ആർട്ടിക്കിൾ 19 നൽകുന്ന ഒത്തിരിയധികം സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19 നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ ആർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ? ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് കൂടാതെ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഓക്കെ, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 എന്താണ് പറയുന്നത്? സാമൂഹികപരമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുള്ളതും അവകാശങ്ങളൊക്കെ. അപ്പോൾ ഈ അവകാശങ്ങളും ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഈ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുകൂടാതെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെയും അമേരിക്കയുടെയും കാര്യം എടുക്കുകയെന്നിരിക്കും. ഓക്കെ, അല്ല US കാര്യം എടുക്കുകയാണ്. USA ഒരു പ്രത്യേകതയുണ്ട്. USA പ്രസിഡൻ്റ് ആകുക എന്ന് പറയുന്ന സമയത്ത്
USA അവിടെ ജനിച്ച വ്യക്തിക്ക് മാത്രമേ ഒരു US പ്രസിഡൻ്റ് ആകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരനായാൽ മതി. ഓക്കെ, പൗരത്വം ലഭിക്കുക എന്ന് പറയുന്നത് ജനനം കൊണ്ട് മാത്രമല്ല പൗരത്വം ലഭിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അമേരിക്കയിൽ ഒരു അമേരിക്കൻ പൗരനായി എന്ന് പറഞ്ഞതുകൊണ്ട് ആ രാജ്യത്തിലെ പ്രസിഡൻ്റ് ആകുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളിലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 നിലവിൽ വരുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ, അതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാര്യം, അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആരാണ് ഇന്ത്യൻ പൗരൻ എന്നുള്ളത് മാത്രമേ ഇതിലൂടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ പിന്നീട് എങ്ങനെയൊക്കെ പൗരത്വം ലഭിക്കാം, എങ്ങനെയൊക്കെ പൗരത്വം നഷ്ടപ്പെട്ടു പോകാം എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ് 1955 പുറത്തു വന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. 1955 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് എങ്ങനെ ഇന്ത്യൻ പൗരത്വം ലഭിക്കാമെന്നുള്ളതും എങ്ങനെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാമെന്നുള്ള അതുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർത്തുക. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പൗരത്വത്തെക്കുറിച്ച് 2 ഇടങ്ങളിലാണ് പറയുന്നത്. ഒന്ന് 1950 ജനുവരി 26 പുറത്തു വന്ന ഇന്ത്യൻ ഭരണഘടനയും, രണ്ടാമതായിട്ട് 1955 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടും. ഓക്കെ, അപ്പോൾ ഈ 2 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 1950 ജനുവരി 26 പുറത്തു വന്ന ഭരണഘടന പ്രകാരം 4 രീതികളിൽ, 4 രീതികളിലോ ഒരാൾക്ക് ഇന്ത്യൻ പൗരനാണ്. ഓക്കെ, അത് ഏതൊക്കെയാണ് 4 രീതികളിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹു ഹാഡ് ഹിസ് ഡൊമിസൈൽ ഇൻ ഇന്ത്യ ഓൾസോ ഫുൾഫിൽ എനി വൺ ഓഫ് 3 കണ്ടീഷൻസ്. ഓക്കെ, ഇതിനെനിക്ക് പറഞ്ഞു പോകുന്ന മുമ്പ് ആക്ച്വലി എനിക്ക് നല്ല ഫീവറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനടുത്ത് ആദ്യമേ തന്നെ നിങ്ങളോട് അതിനകത്ത് ക്ഷമ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പം എ പേഴ്സൺ ഹു ഹാഡ് ഹിസ് ഡൊമിസൈൽ ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ഫുൾഫിൽ എനി വൺ ഓഫ് 3 കണ്ടീഷൻസ്. അതായത് ഇന്ത്യയിൽ സ്ഥിരവാസമാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ താഴെ പറയുന്നതിൽ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കും. അപ്പോൾ ഡൊമിസൈൽ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഏത് പ്രദേശത്ത് നിന്നുള്ള വ്യക്തികളാണ് എന്ന് പറയുന്നതാണ് ഡൊമിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ അല്ല എങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ വെച്ചിട്ടാണ് നമ്മുടെ ഡൊമിസൈൽ വന്നത്. അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ ജീവിച്ചു വരുന്ന പ്രദേശത്തെയാണ് നമ്മുടെ ഡൊമിസൈലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡൊമിസൈലായിട്ടുള്ളൊരു വ്യക്തിയും അത് കൂടാതെ തന്നെ താഴെ പറയുന്ന 3 കണ്ടീഷൻസിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആരായിരിക്കും? അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കും. 1950 ജനുവരി 26 പുറത്തു വന്ന ഇന്ത്യൻ ഭരണഘടന പ്രകാരം. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളൊരു ഇന്ത്യൻ ഡൊമിസൈലും ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയുമാണെങ്കിൽ അയാളൊരു ഇന്ത്യൻ പൗരനായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് അയാളൊരു ഇന്ത്യൻ ഡൊമിസൈലും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയുമാണെങ്കിൽ അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. അയാളൊരു ഇന്ത്യൻ ഡൊമിസൈലും അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയുമാണെങ്കിൽ ആരായിരിക്കും? അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. മൂന്നാമത് അയാളൊരു ഇന്ത്യൻ ഡൊമിസൈലും അതുകൂടാതെ if he has been ordinary resident of India for 5 years immediately before the commencement of the constitution became an Indian citizen. അതായത് അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അയാളൊരു ഇന്ത്യൻ ഡൊമിസൈലും അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് ജനുവരി 26, 1950 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റിന് തൊട്ട് മുന്നേയുള്ള 5 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി വന്നിരുന്നൊരു വ്യക്തിയുമാണെങ്കിൽ അയാൾ ആരായിരിക്കും? അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. അതാണ് മൂന്നാമത് പറയുന്നത്.
അയാൾ ഒരു ഇന്ത്യൻ ഡൊമീസൈലും അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യുന്ന 1950 ജനുവരി 26 തൊട്ടു മുന്നേ ഉള്ള 5 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള വ്യക്തിയുമാണെങ്കിൽ അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. രണ്ടാമതായിട്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എ പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ became an Indian citizen if he or either of his parents or any of his grandparents was born in undivided India and also fulfill any of two conditions. Okay, അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികൾ, അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരോ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനം ചെയ്യാത്ത ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. അതിന് താഴെ പറയുന്നതിൽ ഏതെങ്കിലും 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതിലൊന്നാമത്തെ കണ്ടീഷനാണ് ഇൻ കേസ് ഹി മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ബിഫോർ ജൂലൈ 1948 he had been ordinary resident in India since the date of his migration. Okay, അതായത് 1949 ജൂലൈ 19 മുന്നേയാണ് ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അന്ന് മുതൽ ഇന്ത്യയിൽ ഒരു ഓർഡിനറി സിറ്റിസൺ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് താമസിച്ച് വരികയാണെങ്കിൽ അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. അടുത്തത് വളരെ എളുപ്പമാണ്. 1948 ജൂലൈ 19 അതിന് ശേഷമോ ആണ് വരുന്നതെങ്കിൽ അവർ 6 മാസം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അവർക്ക് ഈ സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതാണ് രണ്ടാമത് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഹി മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ ജൂലൈ 19, 1948 he had been registered as citizen of India, but a person could be also registered only if he had been resident in India since 6 months preceding the date of his application. അത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, 1948 ജൂലൈ 19 അതിന് ശേഷമോ ആണ് ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ 6 മാസം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അവർക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതിയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് മൂന്നാമത്തത്. ഓക്കെ, മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഓർ എനി ഓഫ് ഹൂസ് പേരൻസ് ഓർ ഗ്രാൻഡ് പേരൻസ് വാസ് ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ ബട്ട് ഹൂ ഇസ് എ ordinarily residing outside India shall become an Indian citizen. ഓക്കെ, അതായത് ഒരു വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഓക്കെ പാർട്ടീഷൻ ചെയ്യാത്ത ഇന്ത്യയിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം അവർ മറ്റൊരു രാജ്യത്ത് താമസിച്ചു വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാം. എങ്ങനെയാണ്? വളരെ എളുപ്പമാണ്. ഓക്കെ, ആ രാജ്യത്തുള്ള എംബസി, എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ്, ഇതിനെയാണ് നമ്മൾ ഡിപ്ലോമാറ്റിക് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവർ ഏത് രാജ്യത്താണോ താമസിച്ച് വരുന്നത് ആ രാജ്യത്തിൻ്റെ എംബസി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൽ പോയിട്ട് ഇവർക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് മൂന്നാമത് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹൂ ഓർ എനി ഓഫ് ഹൂസ് പേരൻസ് ഓർ ഗ്രാൻഡ് പേരൻസ് വാസ് ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ ബട്ട് ഹൂ ഈസ് ഓർഡിനറി റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ ബിക്കം ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, അതാണ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ പറയുന്നത്. ഓക്കെ, he has been registered as a citizen of India by the diplomatic or consular representative of India in the country of his residence, whether before or after the commencement of the constitution. Thus, this provision covers the overseas Indians who may want to acquire the Indian citizenship. അതായത് വിദേശത്ത് ജോലിയുള്ള, വിദേശത്ത് പല കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മൂന്നാമത് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി നാലാമതായിട്ട് പറയുന്നതാണ് എ പേഴ്സൺ മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ ഫ്രം ഇന്ത്യ ആഫ്റ്റർ മാർച്ച് 1, 1947 but later returned to India for resettlement could become an Indian citizen. ഓക്കെ, അതായത് മാർച്ച് 1, 1947 ശേഷം അദ്ദേഹം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി. ഓക്കെ, പിന്നീട് അദ്ദേഹം തീരുമാനിക്കുന്നു പാകിസ്ഥാനിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാമെന്ന്. അങ്ങനെയുള്ള വ്യക്തികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഫോർ ദിസ് ഹി ഹാഡ് ടു റെസിഡൻറ്റ് ഇൻ ഇന്ത്യ for 6 months preceding the date of application for registration. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് 6 മാസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 രീതികളിലാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പൗരത്വം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് പറയുന്ന ഭാഗം. രണ്ടാമതായിട്ട് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് 1956 സിറ്റിസൺഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്ത് വെക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് 1950 ജനുവരി 26 ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് ലഭിച്ചിരുന്നത്? ഡൊമിസൈൽ, സ്ഥിരവാസമായിട്ട്, അതായത് ഡൊമിസൈലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന വ്യക്തികളുടെ കാര്യം പറഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോയി പിന്നെ തിരിച്ചു വരുന്ന വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന, അതിൽ വിദേശത്ത് താമസിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് 1950 ജനുവരി 26 കമൻസ്മെൻറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, നോ പേഴ്സൺ ഷാൽ be a citizen of India or deemed to be a citizen of India if he has voluntarily acquired the citizenship of any foreign state. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിലെ പൗരത്വം സ്വീകരിക്കുന്ന ഇന്ത്യൻ പൗരനായിട്ടുള്ളൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നതാണ് എപ്പോൾ അദ്ദേഹം മറ്റൊരു രാജ്യത്തിലെ പൗരത്വം സ്വീകരിക്കുന്നതോടുകൂടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ പാർട്ട് 1 നമുക്ക് നോക്കുവാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് നോക്കാം? നമുക്ക് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മൾ നിലവിൽ ആർട്ടിക്കിൾ 10 ആർട്ടിക്കിൾ 10 11 പറയുന്ന പോലെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പൗരത്വം കണ്ടിന്യൂ ചെയ്യുന്നു പോരുന്നതാണ്, നിലനിന്ന് പോകുന്നതാണ്. ഓക്കെ, അതുകൂടാതെ സബ്ജക്റ്റ് ടു ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിന് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു നിയമം പാസ്സാക്കാൻ വേണ്ടിയും അവകാശമുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് ഏതൊരു നിയമം പാസ്സാക്കാനുമുള്ള അവകാശമുണ്ടായിരിക്കും. ഇതിൻ്റെ പിൻബലത്തിലാണ് ഇന്ത്യയിൽ 1955 2019 സിറ്റിസൺഷിപ്പ് ആക്ടുകൾ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 1955 സിറ്റിസൺഷിപ്പ് ആക്ടിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ എനിക്ക് കുറച്ച് ഫീവർ ലൈക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം കേട്ടോ. സോ അതുകൊണ്ട് എങ്കിലും എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് പോവുക കേട്ടോ. എന്നിട്ട് നല്ല മാർക്കൊക്കെ മേടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ എടുക്കണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കുക കേട്ടോ.